സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ലാപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ സുഹൃത്ത് വാങ്ങിച്ച ലാപ്പാണ്. അപ്പം ഇത് നമ്മളെ ഒന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പം ഇത് ഏത് ലാപ്പാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഫ്രണ്ടിൽ പേര് കണ്ടു കാണുമായിരിക്കും. Asus ZenBook Duo എന്ന് പറഞ്ഞ ലാപ്പ് കമ്പനിയുടെയാണ്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എനിക്കറിയില്ല. അത് നമ്മുടെ സുഹൃത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അതിനുമ്പോൾ ഇത് അൺബോക്സ് ചെയ്ത കർമ്മം ഞാൻ നിർവഹിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. അതിന് നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ. അതിനുശേഷം വീഡിയോ കണ്ട ശേഷം നിങ്ങൾ കമന്റും ചെയ്തോളൂ. ഇതിലിരിക്കുന്നത് Asus ZenBook Duo എന്ന് പറഞ്ഞ കമ്പനിയുടെ ലാപ്പാണ്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവരുടെയും ആശംസകളോടെ ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഇത് കത്രി അത്ര പോരാൻ തോന്നുള്ളൂ. ബ്ലേഡ് തന്നെ വേണമായിരുന്നു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കട്ടായിട്ടുണ്ട്. അപ്പം ഇത് എന്നോട് കിട്ടിയതാണ്. ഇത് വിട്ടിരിക്കണ്ടേ, നമുക്കിത് ഓപ്പൺ ചെയ്യാം. Asus ZenBook Duo എന്നാണ് എഴുതിയേക്കുന്നത്. വാവ്, ചെറിയ ലാപ്പ് കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്ത് ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കത് നോക്കാം. ഇതിനകത്ത് ചാർജിങ് കേബിൾ വരുന്നുണ്ട് കേട്ടോ. കയ്യിൽ ഒതുങ്ങുന്ന ചെറിയ ലാപ്പ് കേട്ടോ. ഒരു രക്ഷയില്ല, ചെറുത്. ചെറിയ കയ്യിൽ ഒതുങ്ങുന്ന ചെറിയ ലാപ്പ്. ഇതിന് ബാക്ക് വരുന്ന കവറാണ്, സ്റ്റാൻഡാണിത്. ഇത് നമുക്ക് ഈ കവർ മാറ്റി വെച്ചിട്ട് നമ്മുടെ ലാപ്പ് ഓപ്പൺ ചെയ്യാം. ഈ ലാപ്പ് നിങ്ങളുടെ മൊബൈലിലേക്ക് ഓപ്പൺ ചെയ്യാണ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം കേട്ടോ. നമുക്കിത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. വാവ്, എന്നാ സെറ്റപ്പാണ് നോക്കേ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സുഹൃത്തിനെ വിളിക്കാം. ഇതാണ് നിഖിൽ ബ്രോ കേട്ടോ. പുള്ളിക്കാരനാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി ഒരു ലാപ്പ് അല്ലേ? അതെ അതെ, വളരെ അടിപൊളിയാണ്. ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ലാപ്ടോപ്പാണ് ഇത്. സാധാരണ നോർമൽ ലാപ്ടോപ്പിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് ഡ്യുവൽ സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതിന്റെ മോഡൽ നെയിം എന്ന് പറയുന്നത് Asus ZenBook Duo എന്നാണ് ഇതിന്റെ മോഡൽ നെയിം. നമുക്ക് ഇതെന്ന് പറയുന്നത് ഇതിന്റെ കമ്പനി കൊടുത്തേക്കുന്നത് ഇതിന്റെ മോഡൽ നെയിം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ഫാക്ട്, ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഡ്യുവൽ സ്ക്രീൻ ആണ്, അതും ടച്ച്. നമുക്ക് ഈ Asus ZenBook Duo എന്ന് പറയുന്ന നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ലാപ്ടോപ്പിന് ഡ്യുവൽ സ്ക്രീൻ ആണ്. 2 സ്ക്രീൻ വരുന്നുണ്ട്. ഇത് ഏറ്റവുമായിട്ട് നമുക്ക് ആവശ്യം വരുന്നത് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരേ സമയം ലാപ്ടോപ്പിൽ ചെയ്യണമെങ്കിൽ നമുക്ക് മൾട്ടി ടാസ്കിങ് വളരെ അത്യാവശ്യമാണ്. അതിന് ഈ ലാപ്ടോപ്പ് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഈ 2 സെക്കൻഡറിയും പ്രൈമറിയും ഈ 2 സ്ക്രീനും വരുന്നത് ടച്ച് സ്ക്രീനാണ്. ഈ പ്രൈമറി സ്ക്രീൻ, അതായത് ഇത് 14 ഇഞ്ചിൻ്റെ LED ഡിസ്പ്ലേ ആണ് നമ്മുടെ ഈ മെയിൻ സ്ക്രീൻ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ സെക്കൻഡറി സ്ക്രീൻ എന്ന് പറയുന്നത് 12.65 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഈ സെക്കൻഡറി സ്ക്രീൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ഒരു ലാപ്ടോപ്പാണ് ഇതെന്നാണ് പറയുന്നത്. നമുക്കതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് സമയം നമ്മൾ ഉപയോഗിച്ചാൽ പോലും നമ്മുടെ കണ്ണിന് കേടൊന്നും വരില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. നമുക്കിത് വരുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റാലിക് ബോഡിയാണ് ഈ ലാപ്ടോപ്പിന് നമുക്ക് വരുന്നത്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ ഉപയോഗിച്ച ലാപ്ടോപ്പൊക്കെ അത് ഏത് കമ്പനിയുടെയാണെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബിൽഡ് ക്വാളിറ്റി വളരെ
നല്ലതാണ്. നമുക്ക് ഈ Asus ZenBook Duoയുടെ നമുക്ക് ഈ സൈഡിലായിട്ട് വരുന്നത് കണ്ടില്ലേ, ഒന്ന് USB പോർട്ട് വരുന്നുണ്ട്, പിന്നെ മറ്റൊന്ന് വരുന്നത് 3.5 mm ഓഡിയോ ജാക്കാണ്, പിന്നെ അതുപോലെ തന്നെ micro SD പോർട്ടും, പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സും ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറ്റൊരു വശത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു ഫുൾ HDMI പോർട്ടും അതുപോലെ തന്നെ 2 തണ്ടർ ബോൾട്ടിൻ്റെ 4 Type-C പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ സൈഡിൽ വരുന്നുണ്ട്. ഈ ലാപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വെബ് ക്യാമറ വരുന്നതിനോടൊപ്പം തന്നെ IR ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ അത്രമാത്രം ക്ലാരിറ്റിയോടെ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ IR ക്യാമറ വരുന്നത് നമുക്ക് നമ്മുടെ ഫേസ് റെക്കഗ്നൈസേഷനും കാര്യങ്ങൾക്കൊക്കെ അൺലോക്കിനും കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഇൻഫ്രാറെഡിൻ്റെ ഈ IR ക്യാമറ വരുന്നത്. സാധാരണ ലാപ്ടോപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഇതിൻ്റെ കീബോർഡ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സൈസിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ വേറൊരു ലാപ്ടോപ്പിലൊക്കെ നമുക്ക് മറ്റുള്ള ലാപ്ടോപ്പിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ ഫുൾ സ്ക്രീൻ ഈ ഫുൾ സ്പേസിൽ നമുക്ക് ഏറ്റവും വൈഡായിട്ടും ഏറ്റവും സൈസുള്ള ഒരു കീബോർഡാണ് നമുക്ക് മറ്റുള്ള ലാപ്ടോപ്പിൽ കാണാൻ പറ്റുന്നത്. ഈ ലാപ്ടോപ്പിൽ ഒരു സെക്കൻഡറി സ്ക്രീൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ കീബോർഡ് ഏറ്റവും ചെറുതാക്കി ഈ സൈസ് കുറച്ചേക്കാണ്. അതുപോലെ തന്നെ ട്രാക്ക് പാഡ് ഏകദേശം നമുക്ക് ഈ നടുവശത്ത് വരേണ്ട ട്രാക്ക് പാഡ് അവർ ഈ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് പുതിയതായിട്ട് നമ്മൾ നോർമൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച ഒരാൾ പുതിയതായിട്ട് ഈ ലാപ്ടോപ്പിലേക്ക് വരുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മളിത് യൂസ് ചെയ്ത് പഴകുന്നിടം വരെ. അതുപോലെ തന്നെ ഈ ട്രാക്ക് പാഡിന് 2 ഡെഡിക്കേറ്റഡ് ബട്ടൺസ് വരുന്നുണ്ട്, ലെഫ്റ്റും റൈറ്റും. അത് നമുക്ക് ഡെഡിക്കേറ്റ് നിൽക്കുന്നുണ്ട്, പക്ഷേ സൈസ് കുറഞ്ഞു പോയി എന്ന് നമുക്ക് തോന്നും. കാരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മറ്റുള്ള ലാപ്ടോപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഫ്രീ ടു യൂസ് ആണ്, ആക്സസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ് നമ്മൾ ഈ നടുവശത്ത് വരുന്നത്. ഇതിപ്പോൾ സൈഡിലേക്ക് വന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ട് കാണും, പക്ഷെ നമുക്ക് ഡെഡിക്കേറ്റഡ് സ്വിച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നല്ലൊരു ഫീച്ചേഴ്സാണ്. ഇവിടുന്ന് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഏറ്റവും ഈസിയാണ്. നമ്മുടെ ഈ Asus ZenBook Duo Core i7 10th ജനറേഷൻ ലാപ്ടോപ്പ് ആണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഇതൊരു 14 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ളൊരു ലാപ്ടോപ്പാണ്. ഇതിൻ്റെ ലൈറ്റ് വെയിറ്റ് ആണ് 1.60 kg, അതായത് 1.60 kg ആണ് ഇതിൻ്റെ വെയിറ്റ്. നമുക്ക് പെട്ടെന്ന് ഉയർത്താനും താഴ്ത്തി വെക്കാനും കൊണ്ടു നടക്കാനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ലാപ്ടോപ്പാണ്. ഈ Asus ZenBookൻ്റെ ഈ ഒരു മോഡൽ വരുന്നത് Intel Core i7 പ്രോസസ്സറാണ്, 10th ജനറേഷൻ പ്രോസസ്സറാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ലേബൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ചെറുതാണ്, പക്ഷേ അത് വലിയ ശല്യമില്ലാത്ത രീതിയിൽ അവരോടെ പിൻ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് കാണാനൊന്നും പറ്റത്തില്ല, സൂക്ഷിച്ച് നോക്കേണ്ടി വരും. നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ മറ്റൊരു സ്പെസിഫിക്കേഷൻസിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ 16 GB റാമാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ 1 TB SSD ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒരുപാട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഫയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ തന്നെ 2 GB ഗ്രാഫിക്സ് ഇതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആണ്. അത് ഏറ്റവും നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. കാരണം നമുക്ക് കൂടുതൽ ഇപ്പോൾ ഗെയിം യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും അത് ഏറ്റവും നല്ല ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്ന് വെച്ചാൽ ഗെയിം യൂസ് ചെയ്യാം, എന്നാലും നമുക്കിതിനെ ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് വിളിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് നമുക്കിതിനെ ബിസിനസ് ലാപ്ടോപ്പ് എന്ന് വിളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് അതുപോലത്തെ യൂസും കാര്യങ്ങളൊക്കെ വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഡ്യുവൽ സ്ക്രീൻ കൊണ്ട് മൾട്ടി ടാസ്കിങ്ങും കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഉപയോഗം വരുന്നത്. നമ്മളിത് ലാപ്ടോപ്പ് മാത്രമാണ്, ലാപ്ടോപ്പിനെ കുറിച്ച് മാത്രമാണ് ഇതുവരെ പറഞ്ഞത്. അതുകൂടാതെ നമ്മൾ ഈ ബോക്സിന്റെ അകത്ത് മറ്റു കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ പെട്ടെന്ന് പറഞ്ഞു തരാം. ഇത് നമുക്കൊരു കവറാണ്, ലെതർ മെറ്റീരിയൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്യാവശ്യം നല്ലൊരു കവറാണ്. ഈ ലാപ്ടോപ്പ് നമുക്ക് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വീഴാതെ നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു കവറാണ് അവർ തന്നിരിക്കുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് വരുന്നത് ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്. നമുക്കിത് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെ ഞാൻ ഒരു യൂസ് ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞുള്ള വീഡിയോയിൽ ഞാൻ ഇതിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അത് കൂടാതെ നമുക്ക് ഇതിൽ വരുന്നത് ഒരു പെൻ വരുന്നുണ്ട്. നമുക്കിത് യൂസ് ചെയ്യാൻ ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫിംഗറിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെന്നാണ് ഇതിന്റെ കൂടെ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ എക്സ്ട്രാ വരുന്നത്. അതുകൂടാതെ തന്നെ ചാർജർ 65 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ ആണ് വരുന്നത്. Asusന്റെ തന്നെ നല്ല ബ്രാൻഡ് ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ചാർജർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.
ഇത് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ വിലയും വാങ്ങിയതിന്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബിസിനസ് പരമായിട്ടും അല്ലാതെയും ഇനി പുതിയൊരു ന്യൂ ജെൻ ലാപ്ടോപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ് ഈ Asus ZenBook Duo. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ അൺബോക്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ്, പുത്തൻ വീഡിയോസ് നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസങ്ങളിൽ വരാം. അതുവരേക്കും ബൈ. ഓക്കെ.